ഗുരുദേവായ നമഃ. മെഴുവേലി ആനന്ദഭൂതേശ്വര ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂർ പത്തനംതിട്ട റോഡരികിൽ കാരിത്തോട്ട എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് മെഴുവേലി. ഇവിടെ ഈഴവർക്ക് സ്വന്തമായി ക്ഷേത്രമുണ്ടായിരുന്നില്ല. സവർണരുടെ വകയായി ഉണ്ടായിരുന്ന ഒരു ദേവീക്ഷേത്രത്തിലാണ് അവർ ആരാധന നടത്തിപ്പോന്നിരുന്നത്. ക്ഷേത്രാധികാരികളുടെ ചെയ്തികൾ അവർക്ക് അസഹ്യമായി തീർന്നു. സ്വന്തമായൊരു ക്ഷേത്രം വേണമെന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു സമിതിയും രൂപീകരിച്ചു. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ആനന്ദഭൂതേശ്വരം ക്ഷേത്രം രൂപം കൊണ്ടു. ഗുരുദേവ ശിഷ്യനായ നരസിംഹസ്വാമികളാണ് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. 1090 കന്നിമാസം ആദ്യവാരത്തിൽ ഗുരുദേവൻ ആനന്ദഭൂതേശ്വര ക്ഷേത്രത്തിലെത്തി. 2 ദിവസം അവിടെ വിശ്രമിച്ചു. സ്വാമിയെ ദർശിക്കാൻ അവിടേക്ക് വമ്പിച്ച ജനപ്രവാഹമാണുണ്ടായത്. അന്ന് ശ്രീമൂലം പ്രജാസഭ സാമാജികനായിരുന്ന കുറുമ്പൻ ദൈവത്താനെ അനുഗമിച്ച് അനേകശതം പുലയരും പറയരും അവിടെ എത്തിച്ചേർന്നു. അവർക്കെല്ലാം ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ തന്നെ ആനന്ദഭൂതേശ്വര ക്ഷേത്രത്തിൽ പ്രവേശനം നൽകി. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകും മുൻപ് ക്ഷേത്രപ്രവേശനം നടത്തിയത് ശ്രീനാരായണ ഗുരുവായിരുന്നു. ആനന്ദഭൂതേശ്വര ക്ഷേത്രത്തിൽ നിന്നും 1 മൈൽ കിഴക്കാണ് ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രധാനിയും മെഴുവേലിയിലെ പൗരമുഖ്യനും സമ്പന്നനും സരസകവിയും സാഹിത്യകാരനുമായിരുന്ന മൂലൂർ പത്മനാഭ പണിക്കരുടെ വീട്. ഗുരു ചെല്ലുമ്പോൾ പണിക്കർ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. കവിയുടെ ഭാര്യ മകളെയും കൊണ്ടുചെന്ന് ഗുരുദേവനെ വണങ്ങി. കുട്ടിക്ക് പേരിട്ടോ? ഗുരു ചോദിച്ചു. ഇല്ല എന്ന് മറുപടി. എങ്കിൽ കാർത്യായനി എന്ന് വിളിച്ചുകൊള്ളാൻ ഗുരു കൽപ്പിച്ചു. വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയ ഗുരുവിനെ കണ്ട് അവിടുത്തെ നായ കുനിഞ്ഞു നിന്ന് 2 കൈകളും നീട്ടി ഗുരുവിനെ പ്രണമിച്ചു. ഗുരു അതിന്റെ തലയിൽ തലോടി. അത് സ്വാമിയുടെ കരതലത്തിൽ നക്കാൻ തുടങ്ങി. ടി.കെ. മാധവൻ ഗുരുവിന്റെ അരികിലേക്ക് വരുന്നത് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ്. ഈ നായ സംസ്കൃതം പഠിക്കയാലല്ല, പഠിപ്പിച്ചത് കേൾക്കയാലായിരിക്കണം ഇത്ര സൽസ്വഭാവിയായത് എന്ന് ടി.കെ. മാധവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു. ഇതിന് തൊട്ടു മുൻപുള്ള ദിവസം നടന്ന ഒരു സംഭവം കൂടി രേഖപ്പെടുത്തട്ടെ. സമയം രാത്രി. കുറെ അനുയായികളുമൊത്ത് ഗുരുദേവൻ നടന്നു പോവുകയാണ്. ചൂട്ടുകറ്റകളുമായിട്ടാണ് യാത്ര. വയലിന്റെ കരയിൽ ഒരു പുലയ യുവാവ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നു. പുലയർ കുളിക്കുന്ന കുളമായിരുന്നു അത്. ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രമാണി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വഴിമാറാൻ. ഇത് കേട്ട മാത്രയിൽ ചിരിച്ചുകൊണ്ട് ഗുരു ഉറക്കെ ചോദിച്ചു, രാത്രിയിലും തീണ്ടലുണ്ടോ? അനുയായികളുടെ കൂട്ടച്ചിരിയിൽ വഴിമാറാൻ പറഞ്ഞ ആൾ ഇളിഭ്യനായി. മൂലൂരിന്റെയും അനുയായികളുടെയും പ്രവർത്തന ഫലമായി ആനന്ദഭൂതേശ്വര ക്ഷേത്രത്തിന് 20 ഏക്കറോളം സ്ഥലം സ്വന്തമാക്കാൻ കഴിഞ്ഞു. മൂലൂരിന്റെ സ്മാരകമായി പത്മനാഭോദയം ഹയർ സെക്കൻഡറി സ്കൂളും ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രവർത്തിക്കുന്നുണ്ട്. മെഴുവേലിയുടെ ഇതപര്യന്തമുള്ള പുരോഗതിയുടെ അടിത്തറ ആനന്ദഭൂതേശ്വര ക്ഷേത്രവും അതിനോടനുബന്ധമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. ആയിരത്തി 1914 ശ്രീനാരായണ ഗുരുദേവൻ മെഴുവേലിൽ എത്തിച്ചേരുകയും ഒരു വിദ്യാലയവും ആരാധനാലയവും ഇവിടെ തുടങ്ങണമെന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയും ദശോദ്ധാരകനായ മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ശ്രമഫലമായി മെഴുവേലി ക്ഷേത്രം രൂപം കൊള്ളുകയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ശിവലിംഗദാസ സ്വാമികൾ പ്രതിഷ്ഠ നടത്തുകയും അതിനുശേഷം ഗുരുദേവൻ 2ാമത് മെഴുവേലിൽ എത്തിച്ചേർന്ന് അതിൽ കൈവച്ച് ശിവലിംഗത്തിൽ അനുഗ്രഹവർഷം ചൊല്ലുകയും ചെയ്തു. താഴ്ന്ന ജാതിക്കാർക്കും പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും ഈഴവർക്കും എല്ലാവർക്കും ആരാധന നടത്തുവാനെ കൊണ്ടുള്ള ഒരു ആരാധനാലയം എന്നുള്ള രീതിയിലാണ് ഗുരുദേവൻ ഇവിടെ ഒരു ക്ഷേത്രം മനസ്സിൽ കണ്ട് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത്. ഇന്നും ആനന്ദഭൂതേശ്വരം എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിൽ കേരളത്തിലെ ഏക ക്ഷേത്രമായി ആനന്ദഭൂതേശ്വരം മാത്രമേ എസ് എൻ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ ഇപ്പോഴുള്ളൂ. ശാരദാമഠവും കൊല്ലത്തെ മെഴുവേലി ആനന്ദഭൂതേശ്വരം മഹാദേവ ക്ഷേത്രവും 2 ക്ഷേത്രങ്ങളാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ ചുമതലയിൽ നടത്തിപ്പോരുന്നത്. എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കമ്മിറ്റിയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. വർഷാവർഷങ്ങളിൽ 7 ദിവസത്തെ വിപുലമായ ഉത്സവവും പ്രതിഷ്ഠാവാർഷിക ചടങ്ങുകളും
ഇതുതന്നെ സപ്താഹം അതുപോലുള്ള പരിപാടികളും എല്ലാം നമ്മളിവിടെ കൊണ്ടാടാറുണ്ട്. ഇപ്പോഴിരിക്കുന്ന ട്രസ്റ്റിൻ്റെ കമ്മിറ്റിയിൽ ഞാൻ ചെയർമാനാണ്. എൻ ജയൻ എന്നാണ് എൻ്റെ പേര്. കെ സാലു കൺവീനറാണ്. അങ്ങനെ എസ് എൻ ട്രസ്റ്റിൻ്റെ 7 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നത്. ഗുരുദേവ